ഒരു കാര്യം പാർട്ടിയുടെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്തതും പാർട്ടിയിൽ വേണ്ട. എൻ്റെ അളിയ ഒരു രഹസ്യവും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. നീ ഇനിയും ഒന്ന് ഉരുള് കളിക്കല്ലേ സാർ, എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. നീ പോ. ഇപ്പോ യഥാർത്ഥ പ്രതിയെ പുറത്തു വന്ന കുഴപ്പമില്ലല്ലോ. അതെ, ഞാൻ അറിഞ്ഞാലേ നിങ്ങൾക്ക് പ്രശ്നം. ഇനി അറിയാൻ ഒന്നുമില്ല. ഞാനും അപ്പുക്കുട്ട സാറ് ഇവനെ അറിഞ്ഞ രഹസ്യം പിന്നെ എങ്ങനെയാണ് വേറൊരാൾ അറിയണത്? തങ്കം, തങ്കം, നീ എന്താണ്? നീ വാ. ഇപ്പൊ തങ്കത്തിനെ വിളിച്ചു വരുത്തി ഇതൊരു കോംപ്രമൈസ് ആക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട. അൻസാർ പോകാൻ നോക്ക്. പോ. ഞാൻ പോകുന്നില്ല. ഞാൻ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പായം വിരിച്ച് കിടക്കും. സത്യാവസ്ഥ അറിയാം. ഒരു മിനിറ്റ്. തങ്കം വരുന്ന വാ. എന്താണ്? എനിക്ക് തുണി കഴുകാനുണ്ട്. DDT പാർട്ടിയിലേക്ക് PP സാർ ചേരുന്ന കാര്യം എന്നോട് പറഞ്ഞാണ് പ്രശ്നമെങ്കിൽ എന്നോട് പറഞ്ഞ പ്രതി ഇത് തങ്കം. നോക്കാൻ എന്താ ഇരിക്കുന്നത്? തങ്കം, അതെ, ഞാനും അപ്പുക്കുട്ട സാറും ഈ അൻസാറും അറിഞ്ഞ രഹസ്യം, ഞങ്ങൾ മൂന്നാൾ അറിഞ്ഞ രഹസ്യം നീ എങ്ങനെ അറിഞ്ഞു? യഥാർത്ഥ പ്രതി ആരാണെന്ന് എനിക്കറിയണം. പറയും. ആ രഹസ്യം അറിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? നീ കളിക്കാതെ കാര്യം പറ. ഈ രണ്ടുപേരല്ലാതെ ഇതറിയാവുന്ന മൂന്നാമതൊരാളും കൂടി ഉണ്ടല്ലോ. അതാര്? ദേ നിൽക്കുന്നു. നിങ്ങള് തങ്കം, നീ ഒരു കാര്യം ആളെ വടിയാക്കാതെ കാര്യം പറഞ്ഞു. നിങ്ങളെ മിനിഞ്ഞാന്ന് 4 കാലില് കള്ളും കുടിച്ച് വന്നത് ഓർമ്മയുണ്ടോ കോട്ടയത്ത് നിന്ന്? അതുകൊണ്ട് എന്താ അന്നേരം നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? എന്നെ സമർത്ഥനൊക്കെ അറിയൂടാ. എന്നെ കളിടാ എന്റെ പൊന്ന് ക്ലീറ്റോ ഒന്നും മിണ്ടാതിരിക്കാമോ? കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എവിടെയും കിടന്ന് ഉറങ്ങാനുള്ളതിന്. നീ പോട പട്ടി. കല്ലാമ ഇരുത്തടാ. സാറ് ഞാനവിടെ പാർട്ടിയിൽ കൊണ്ടുവന്ന PP സാറ് അവിടെ പാർട്ടി വരും. ഞാൻ വിളിച്ചിട്ടാണോ PP സാറ് നമ്മുടെ പാർട്ടിയിൽ വന്ന് DDT പാർട്ടിയിലെ PP സാറ് ഞാൻ വിളിച്ചിട്ട് വരിക. ഞാൻ കൊണ്ടുവരും. വന്നിട്ടുണ്ടെന്ന് തന്നെ അപ്പം കള്ളം കപ്പലിൽ തന്നെ ബോധം പക്കണോ ഇല്ലാതെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അതെല്ലാം എൻ്റെ തലയെ കൊണ്ടുവച്ച്. നന്നായി. ഇപ്പൊ ക്ലീറ്റോന്റെ പ്രശ്നം തീർന്നല്ലോ. സംഗതിയൊക്കെ അറിഞ്ഞല്ലോ. നിങ്ങൾ കള്ളു കുടിച്ച് വെളിവില്ലാതെ എന്തൊക്കെയോ എന്ന് പറഞ്ഞു. ഞാനതൊരു തമാശ പോലെ അവനോട് പറഞ്ഞതാ. അന്നേരം ചിത്തു ഉണ്ടായില്ലേടെ അടുത്ത്. അപ്പൊ അവൻ പറഞ്ഞു ഇത് പാർട്ടിയുടെ വലിയ രഹസ്യമൊക്കെ ആയിരിക്കും, നീ ഇനി ആരോടും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാനത് തന്നെ എന്റെ പൊന്നെ ആരോടും പറഞ്ഞത്. ഇവളോട് പോലും പറഞ്ഞില്ല. സാധാരണ എന്തെങ്കിലും കേട്ടാ അവളോട് പറയണതാ. അതെ, ഞാനിത് ഇപ്പോഴാണ് അറിയണത്. സാറേ, നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് പാർട്ടിയുടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് പാർട്ടി ഓഫീസിലോട്ട് പോയാലോ? ഞാൻ ക്ഷമിച്ചു. വാ പോരാ.